തേക്കിൻകാട് മൈതാനത്തെ രാഷ്ട്രീയ പരിപാടികൾ പൂർണ്ണമായും നിരോധിക്കുകയാണ് ഹൈക്കോടതി. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പരിപാടികൾക്കും തേക്കിൻകാട് മൈതാനം വിട്ടു നൽകരുത്. ക്ഷേത്രത്തിൽ രാഷ്ട്രീയത്തിന് ഒരു കാര്യവുമില്ല എന്നും കോടതി. വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്? ആര്യ, ഇതിനു മുമ്പും ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ പരിപാടികളൊന്നും തേക്കിൻകാട് മൈതാനിയിൽ നടത്തരുത് എന്നുള്ളത്. പക്ഷേ ആ കാര്യങ്ങൾ അത് മറ്റുള്ള സംഘടനകളുടെയൊക്കെ പേരിൽ, വിവിധ സംഘടനകളുടെ എല്ലാം പേരിൽ അത് മാറ്റി രാഷ്ട്രീയ പരിപാടിക്ക് അടക്കം ഇത്തരം ഈ തേക്കിൻകാട് മൈതാനം ഉപയോഗിക്കുന്നത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിലുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ കർശനമായി തന്നെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പരിപാടികളും നടത്തരുത് എന്ന കർശന ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് രാഷ്ട്രീയ പരിപാടികൾ പൂർണ്ണമായും തേക്കിൻകാട് മൈതാനത്ത് ഹൈക്കോടതി നിരോധിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും ഇത് പാടില്ല. കാരണം ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയത്തിന് ഒരു ബന്ധവുമില്ല, ക്ഷേത്രവുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ഇതിൽ പറയുന്നത്. പക്ഷേ മറിച്ച് ദേവസ്വം വകുപ്പിന്റെയും അതുപോലെ തന്നെ വിവിധ ക്ഷേത്രങ്ങളുടെയും ഒക്കെ പരിപാടികൾക്ക് ഈ തേക്കിൻകാട് മൈതാനം വിട്ടു നൽകാം. അതിന് യാതൊരു കുഴപ്പവുമില്ല. അത് സൗജന്യമായി തന്നെ വിട്ടു നൽകാമെന്ന് ഹൈക്കോടതി പറയുന്നു. കൂടാതെ മറ്റു വകുപ്പുകളുടെ കാര്യത്തിൽ അതിലും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് തന്നെ വിവിധ വകുപ്പുകളുടെ വിവരങ്ങൾ നൽകിയത്.